സത്യം പറഞ്ഞാൽ സങ്കടമാണ് ഉണ്ടാകുക ചില കുട്ടികളെ കാണുമ്പോൾ. 5 മിനിറ്റ് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് പോലും ഓർമ്മിക്കാൻ പറ്റാതെ വരുന്നു. പലപ്പോഴും മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പറയുന്നത്, അയ്യോ എൻ്റെ കൊച്ചിന് ആ സബ്ജക്റ്റ് ഒന്നും മനസ്സിലായില്ല എന്നുള്ളത്. അതുകൊണ്ട് കാര്യമില്ല. അമ്മമാര് പുറത്തായ വീടുകളിലെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ ഇടപെടുന്നത്, ടീച്ചേഴ്സ് ഇടപെടുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടാണ്. അവരെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവരുടെ കുറവുകൾ തിരുത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മുതിർന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദയവ് ചെയ്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അനാവശ്യമായി കൊടുക്കാതിരിക്കുക. മാതാപിതാക്കൾ നല്ല സുഹൃത്തുക്കളായി മാറുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി പോലും മോശമായി പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അവനവൻ്റെ കഴിവുകൾ മനസ്സിലാക്കി തനിക്ക് ഏത് സബ്ജക്റ്റിലാണോ മുൻപോട്ട് വിജയിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി ആ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുവാണെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും കുട്ടികൾക്ക് വിജയം വരിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 32 വർഷമായി ഞാൻ അധ്യാപികയായി വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും എന്നെ മുൻപോട്ട് നടത്തിയ ഒരു ദൈവവചനമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവളാകുന്നു എന്ന ദൈവവചനം. എല്ലാവർക്കും നമസ്കാരം. പ്രതീക്ഷകളുടെ ഒരു പുതുവർഷം കൂടി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പരാജയങ്ങളും കഴിഞ്ഞ വർഷത്തെ വിജയങ്ങളും ഒക്കെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അതിൽ നിന്ന് മാറ്റം വരുത്തി നമ്മൾ പുതുതായിട്ട് ഒരു ജൂൺ മാസം വർഷം ആരംഭിക്കുകയാണ്. ഒരു പുതുവർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ കുട്ടികളും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിജയങ്ങളുടെ ആഹ്ലാദങ്ങൾ മാത്രമല്ല, പരാജയങ്ങളുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു വിദ്യാർത്ഥിനി സ്വയം പര്യാപ്തരാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യം കുട്ടികൾ സിസ്റ്റമാറ്റിക്കും പങ്ക്ച്വലുമാകുക എന്നുള്ളതാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഉണർന്നെഴുന്നേൽക്കുക, പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം ആരംഭിക്കുക. കഴിഞ്ഞ 32 വർഷമായി ഞാൻ അധ്യാപികയായി വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും എന്നെ മുൻപോട്ട് നടത്തിയ ഒരു ദൈവവചനമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവളാകുന്നു എന്ന ദൈവവചനം. ആ വചനത്തിലൂന്നി നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വിജയം നമുക്ക് കൈവശം വരുമെന്നുള്ളത് യാതൊരു കാരണവശാലും വിസ്മരിക്കപ്പെടേണ്ടതായിട്ടുള്ളതല്ല. ഇന്നത്തെ കുട്ടികൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും താമസിച്ച് സ്കൂളിലേക്ക് വരിക, അവരുടെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാതിരിക്കുക, ഈ ഒരു പ്രവണതകളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മളുടെ ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ പഠിക്കുക, മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. ലക്ഷ്യമില്ലാത്തതാണ് പലപ്പോഴും നമ്മളുടെ ജീവിതം അലസമായി പോകുന്നതിന് കാരണമാകുന്നത്. പലപ്പോഴും +1 +2 അഡ്മിഷന് വരുന്ന കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനു പോകാനാണ് ആഗ്രഹിക്കുന്നത്? അവർക്ക് പ്രത്യേകമായ കാഴ്ചപ്പാടുകളൊന്നുമില്ല. അയൽവക്കക്കാരൻ നഴ്സിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി നഴ്സിങ്ങിനാണ് പോയത്, അതുകൊണ്ട് ഞാനും അങ്ങ് പോയേക്കാം, അല്ലെ ഇതുവരെയും ഒന്നും ആയിട്ടില്ല എന്നൊക്കെയുള്ള ചിന്തകളാണ്. അങ്ങനെയല്ല. അവനവൻ്റെ കഴിവുകൾ മനസ്സിലാക്കി തനിക്ക് ഏത് സബ്ജക്റ്റിലാണോ മുൻപോട്ട് വിജയിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി ആ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുവാണെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും കുട്ടികൾക്ക് വിജയം വരിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ എടുത്ത് ഉന്നത പഠനം നടത്താൻ പ്രോത്സാഹനം നൽകുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലഹരിക്കെതിരെയുള്ള ജാഗ്രത എന്നുള്ളതാണ്. പലതരത്തിലുള്ള ലഹരികളാണ് കുട്ടികളെ കാത്തിരിക്കുന്നത്. മിഠായികളിലൂടെയും ചോക്ലേറ്റുകളിലൂടെയും ജ്യൂസുകളിലൂടെയും അവരെ പ്രലോഭിപ്പിച്ച് അതിൻ്റെ മാധുര്യത്തിലേക്ക് അവരെ അങ്ങോട്ട് വളച്ചെടുത്ത്
അതിലേക്ക് അവരെ അടിമപ്പെടുത്തി പോകുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ കാലത്തുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആവശ്യത്തിൽ കൂടുതൽ പൈസ കുട്ടികൾക്ക് കൊടുത്തയക്കരുത്. വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമല്ലാതെ, വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം പോയിരുന്ന് കഴിക്കുന്ന ഭക്ഷണമല്ലാതെ കൂട്ടുകാരോടൊത്ത് എല്ലാ ദിവസവും ബേക്കറികളിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ഒരു ഏർപ്പാട് മാതാപിതാക്കൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കണം. കുട്ടികളും അത് ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരിൽ പോലും, ചെറിയ കുട്ടികളിൽ പോലും ഹൃദയാഘാതം ഉണ്ടാകുന്നു, ലിവർ സിറോസിസ് ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം പുറത്തുനിന്ന് അമിതമായി കഴിക്കുന്ന ഫുഡാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആവശ്യമുള്ള ഫുഡ് വീട്ടിൽ നിന്ന് വൃത്തിയായി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിലൂടെയൊക്കെ ലഹരികളിലേക്ക് നമ്മളെ അടിമപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കണം. അപരിചിതരോട് അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് അപരിചിതരുമായിട്ട് പങ്കുവെക്കാതിരിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടമാണ് ഉണ്ടാകുക ചില കുട്ടികളെ കാണുമ്പോൾ. 5 മിനിറ്റ് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് പോലും ഓർമ്മിക്കാൻ പറ്റാതെ വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ മാതാപിതാക്കൾ തന്നെ അതിനൊരു ഉത്തരവാദികളാണ്. ചെറുപ്രായത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. കാർട്ടൂൺ കാണാൻ വേണ്ടി കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. വളർന്നു വരുന്ന കുട്ടിക്ക് പിന്നെ ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ ഉറങ്ങാൻ പറ്റുകയില്ല. ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ, കയ്യിലില്ലാതെ അവന് മുൻപോട്ട് പോകാനേ പറ്റുന്നില്ല. ഒരു 10 അക്ക ഫോൺ നമ്പർ പോലും ഓർമ്മ വെക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് സാധിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ്. ഈ മൊബൈൽ ഫോൺ മൂലം 1, കുട്ടിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. 2, ചിന്തിക്കാനുള്ള പ്രവണത നഷ്ടപ്പെടുന്നു. 3, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് പ്രതികരണമില്ലാത്ത ഒരു യുവജനതയെ നമ്മൾ ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞു. ഇന്നത്തെ യുവാക്കൾ മുഴുവനും, മാതാപിതാക്കൾ പറയുന്ന ഒരു പ്രശ്നമാണ്, 12ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് കുട്ടികൾ വീട്ടിനകത്ത് മാത്രം ഇരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? അവൻ മൊബൈൽ ഫോണിൽ കൂടെ വരുന്ന റീലിലും മാത്രമാണ് അവന്റെ ശ്രദ്ധ. അതിൽ മാത്രം അവൻ അടിമപ്പെട്ടു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മുതിർന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദയവ് ചെയ്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അനാവശ്യമായി കൊടുക്കാതിരിക്കുക. ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ വിളിക്കാനുള്ള ഒരു വസ്തുവാക്കി മാത്രം നമ്മൾ അതിനെ കരുതുക. മൊബൈൽ ഫോണിലൂടെ ജീവിതം നശിച്ച ഒത്തിരിയേറെ കുട്ടികളെ ഞാൻ ദിവസവും കാണാറുണ്ട്, കൗൺസിൽ ചെയ്യാറുണ്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടി വിടാറുണ്ട്. ഈ ട്രീറ്റ്മെന്റിന് പോലും പറ്റാത്ത രീതിയിൽ ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായി പോയി എന്ന് പറഞ്ഞാൽ അവർ തീർത്തും മാനസിക രോഗികളായി എന്ന് തന്നെയാണ് അതിനർത്ഥം. അതുകൊണ്ട് ദയവ് ചെയ്ത് മൊബൈൽ ഫോൺ എന്ന പ്രവണത ചെറുപ്രായത്തിൽ തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ മാനസിക ആരോഗ്യം എന്താണോ അത് മാതാപിതാക്കളോട് തുറന്നു പറയുക, അധ്യാപകരോട് തുറന്നു പറയുക. എന്താണ് ഈ മാനസികാരോഗ്യം തുറന്നു പറയുക എന്ന് പറയുന്നത്? അതായത് നമ്മളുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന്, നമ്മളുടെ കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പ്രലോഭനങ്ങളുണ്ട്. അതുപോലെ അധ്യാപകരിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ, പഠനഭാരം, ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് കുറേ നാൾ കഴിയുമ്പം ഒട്ടും സഹിക്കാൻ വയ്യാതാണ് പല കുട്ടികളും ആത്മഹത്യയിലേക്കും മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലേക്കും ഒക്കെ ചെന്ന് ചാടുന്നത്. എന്തിനാ അങ്ങനെ? നമ്മൾ ഫ്രീ ആകുക, മാതാപിതാക്കളോട് തുറന്നു പറയുക നമ്മളുടെ കാര്യങ്ങൾ. എല്ലാ ദിവസവും സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, എല്ലാ ദിവസവും വരുന്ന വഴിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പ്രയാസമാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മാതാപിതാക്കളോട് തുറന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആകും. മനസ്സ് ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും നമ്മളുടെ കാര്യങ്ങളുമായിട്ട്, നമ്മളുടെ പഠനവുമായിട്ട്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ മാനസികാവസ്ഥകൾ എന്താണോ അത് മറ്റ് മാതാപിതാക്കളുമായിട്ടും അധ്യാപകരുമായിട്ടും പങ്കുവയ്ക്കുക എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷനാണ്. ആശയവിനിമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരുമായിട്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തേണ്ടത്?
ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് നമ്മളുടെ മാതാപിതാക്കളുമായിട്ട് തന്നെയാണ്. രണ്ട്, അധ്യാപകരുമായിട്ട്. എല്ലാവരും എല്ലാ വിഷയങ്ങളിലും ഒന്നും വളരെ ടോപ്പൊന്നുമല്ല. പക്ഷേ ആ കുട്ടികൾ ഞങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത്, ഞങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ എന്താണ് പ്രയാസമെന്നുള്ളത് അധ്യാപകരോട് തുറന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർക്ക് ആ കുട്ടിയെ സഹായിക്കാൻ പറ്റും. പലപ്പോഴും മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പറയുന്നത്, അയ്യോ എൻ്റെ കൊച്ചിന് ആ സബ്ജക്റ്റ് ഒന്നും മനസ്സിലായില്ല എന്നുള്ളത്. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ അധ്യാപകരുമായിട്ട് നല്ല രീതിയിൽ പൊളൈറ്റായിട്ട് ആശയവിനിമയം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത് ആശയവിനിമയം നടത്തേണ്ടത് നമ്മുടെ കൂട്ടുകാരോടാണ്. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട സന്തോഷപ്രദമായ കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ അവരോട് സംസാരിക്കുക. അങ്ങനെ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കുന്ന ഫ്രണ്ട്ഷിപ്പുകളോട് നോ എന്ന് വളരെ ശക്തമായി പറയാൻ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം, ക്വാളിറ്റി ടൈം ഉണ്ട്. നമ്മളെല്ലാ ടി വിയിലൊക്കെ പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ പ്രൈം ടൈം എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ കുട്ടികളോടൊത്ത് ചെലവഴിക്കാൻ നിങ്ങൾക്കൊരു പ്രൈം ടൈം ഉണ്ടായിരിക്കണം. വൈകുന്നേരം 7 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം മിക്കവരും സീരിയലുകളിലും ഫോണിലും ആണ് സമയം ചെലവഴിക്കുന്നത്. അതിന് പകരം കുട്ടികളോട് സംസാരിക്കുക, അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് കണ്ടെത്തുക, അവരെ തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തുക. അങ്ങനെ കുട്ടികളുടെ നല്ലൊരു സുഹൃത്തായി മാറാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. നല്ല സുഹൃത്തായിരിക്കണം. നല്ല സുഹൃത്തെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്നവരല്ല നല്ല സുഹൃത്തുക്കൾ. തെറ്റ് തെറ്റാണെന്നും വേണ്ടാത്തത് വേണ്ട എന്നും പറയാനുള്ള ഒരു ആർജവമുള്ളവരാണ് നല്ല സുഹൃത്തുക്കൾ. അങ്ങനെ മാതാപിതാക്കൾ നല്ല സുഹൃത്തുക്കളായി മാറുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി പോലും മോശമായി പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താരതമ്യപ്പെടുത്തൽ ഒഴിവാക്കി കുട്ടികൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് കഴിവുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്നത് അയൽവക്കക്കാരുമായി ബന്ധുക്കളുമായി കുട്ടികളെ കമ്പയർ ചെയ്യുകയാണ്. അവരാകുന്നത് പോലെ എൻ്റെ കുഞ്ഞും ആകണമെന്ന് ചിന്തിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഓരോ കുട്ടിക്കും പ്രത്യേകം കഴിവുകളാണുള്ളത്. ഈ ലോകത്തിൽ ദൈവം തമ്പുരാൻ എല്ലാ കുട്ടികളെയും ഏതെങ്കിലുമൊക്കെ കഴിവ് കൊടുത്താണ് ഈ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കഴിവുകളെ കണ്ടെത്തി ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് പോയാൽ ഏത് ജോലി ആയിക്കോട്ടെ അതിൽ നമ്മൾ വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടി വളരെ ചെറുപ്രായത്തിൽ തന്നെ ലക്ഷ്യബോധം ക്രിയേറ്റ് ചെയ്ത് അതിലൂന്നി മുൻപോട്ട് കൊണ്ടുപോകാൻ മക്കളെ വളർത്താൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷങ്ങളൊക്കെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സന്തോഷകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി പോലും മോശമായി പോകുന്നില്ല. അവൻ സ്വഭാവത്തിൽ ഏറ്റവും മേന്മയുള്ള കുട്ടിയായിട്ടാണ് വളരുക. അതേസമയം 1-2 കുട്ടികൾ പഠനത്തിൽ മോശമായിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്വഭാവത്തിൽ മോശമായി പ്രകൃതം കാണിക്കുന്ന കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒന്നുകിൽ അവരുടെ വീട്ടിൽ മാതാപിതാക്കൾ തമ്മിൽ എന്നും വഴക്കായിരിക്കും, അല്ലെ മാതാപിതാക്കൾ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ലായ്മ. അത് നമ്മൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ മുൻപിൽ നിന്ന് അങ്ങനെയുള്ള വഴക്കുകളൊക്കെ ഒഴിവാക്കണം. കുട്ടികൾ അത് കണ്ടാണ് വളരുന്നത്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി റെബലായി മാറി മാതാപിതാക്കളോട് എതിരിട്ട് വർത്തമാനം പറയുന്നു എന്ന് അവർ നമ്മളോട് കംപ്ലൈന്റ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അവരങ്ങനെയായി? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും, കുട്ടികളോട് പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ മാതൃകയാകണം. അത് പഠനകാര്യങ്ങളിലാകട്ടെ, ഫോൺ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലാകട്ടെ, തമ്മിൽ വർത്തമാനം പറയുന്ന കാര്യങ്ങളിലാ, കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങളിലൊക്കെയും നമ്മൾ മാതൃകയാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും അണുകുടുംബങ്ങളാണെന്നുള്ളത്. എല്ലാവരും അവനവന്റെ കുടുംബത്തിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങിപ്പോവുകയാണ്. വേറെ ആരോടും സംസാരിക്കാൻ വിടുന്നില്ല കുട്ടിയെ.
അതുകൊണ്ട് ഇന്നത്തെ ആൺകുട്ടികളൊക്കെ റിസർവ്ഡ് ആയി പോവുക. അവർക്ക് ആരോട് സംസാരിക്കാൻ ഇഷ്ടമില്ല. പെൺകുട്ടികളാണെങ്കിൽ ഫോണും നോക്കി അപ്പോൾ അവരുടേതായ രീതിയിൽ കുറച്ചും കൂടെ ആൺകുട്ടികളെക്കാൾ സ്മാർട്ടായിട്ട് പോകുന്നു. നമുക്ക് രണ്ടുപേരും ഈക്വലി സ്മാർട്ടാകണം. അതുകൊണ്ട് ആൺകുട്ടികളെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അനുവദിക്കുക, മറ്റുള്ളവരുമായി സംസാരിക്കാൻ അനുവദിക്കുക, കൂട്ടുകാരോടൊത്ത് കളിക്കാൻ വേണ്ടി വിടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പോർട്സ് എന്ന് പറയുന്നത്. സ്പോർട്സിന് കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ വിടുക, ബാസ്കറ്റ്ബോൾ കളിക്കാൻ വിടുക. സ്കൂളിൽ തന്നെ പലതരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനുവേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ അവൻ്റെ ശരീരം ഫിറ്റാകും, ഒപ്പം തന്നെ അവൻ്റെ മനസ്സ് ക്ലിയർ ആകും. അവന് ഒത്തിരി കൂട്ടുകാരെയും കിട്ടുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ നമുക്ക് റിലാക്സേഷൻ കിട്ടും, കുറേ സങ്കടങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പം അതിനൊക്കെ കുട്ടികളെ അനുവദിക്കുക. ആധുനിക സാഹചര്യത്തിൽ നന്നായി ജീവിക്കണമെങ്കിൽ പണം വേണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി മാതാപിതാക്കളിൽ ഒരാൾ ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ പോകുന്നു, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അമ്മമാര് പുറത്തു പോകുന്ന വീടുകളിൽ അപ്പന്മാരാണല്ലോ മക്കളെ വളർത്തുന്നത്. ഞാൻ അവിടെ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ അപ്പന്മാർക്ക് അത്ര വലിയ ക്ഷമയില്ലാത്തത് കൊണ്ട് ഒരു കാര്യം കുട്ടികളോട് ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, അവരനുസരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ ഒരു മോണിറ്ററിങ് ഇല്ല. പുറകെ നടന്ന് നീ ചെയ്യുന്നത് ശരിയല്ല മോനെ, അത് തിരുത്തണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രവണതയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് പോകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള അമ്മമാര് പുറത്തായ വീടുകളിലെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും വളരെ സില്ലി കാര്യങ്ങളല്ലേ അവർ പറയുന്നതെന്നല്ല. അവരുടെ സങ്കടങ്ങളാണ്, മനസ്സിന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ അവർക്ക് അമ്മ വളരെ അത്യാവശ്യമാണ്. ആ അമ്മയോട് പറയേണ്ട കാര്യങ്ങൾ, അമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്വാന്തനം ഒക്കെ അമ്മയിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഒത്തിരി പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. മറിച്ചും സംഭവിക്കുന്നുണ്ട്. അപ്പന്മാര് പുറത്താകുകയും അമ്മമാര് നാട്ടിലുള്ള വീടുകളിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അമ്മമാര് പല കാര്യങ്ങളിലും മക്കളെ ആയിരിക്കും ആശ്രയിക്കുക. കാരണം പലർക്കും പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ എത്ര നന്നായിട്ട് ഉപയോഗിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ മക്കളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പം അവിടെ മക്കൾ രാജാക്കന്മാരാകുന്നു, ഈ അവിടെയുള്ള അമ്മമാര് മക്കളുടെ അടിമകളെ പോലെയാകുന്നു. ഈ 2 കാര്യങ്ങളും തെറ്റാണ്. മാതാപിതാക്കളുടെ 2 പേരുടെയും സ്നേഹം അറിഞ്ഞ്, മാതാപിതാക്കൾ 2 പേരുടെയും സ്വാതന്ത്ര്യം അറിഞ്ഞ്, 2 പേരുടെയും ശിക്ഷണങ്ങൾ അറിഞ്ഞു വേണം കുട്ടി മുൻപോട്ട് വളരാൻ. അപ്പോൾ വിദേശത്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ പോലും അവിടെ ഇരുന്നും കുട്ടികളെ കൺട്രോൾ ചെയ്യാനും ചേർത്ത് പിടിക്കാനും 2 കൂട്ടർക്കും സാധിക്കണം. 2 അപ്പനും അമ്മയ്ക്കും സാധിക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ മാത്രമേ കുട്ടികൾ മൂല്യബോധമുള്ളവരായിട്ട് വളരുകയുള്ളൂ. ഇന്ന് പല കുടുംബങ്ങളിലും കുട്ടികൾ ഒത്തിരി സങ്കടം അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും പ്രായമായവർക്ക് കുട്ടികളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. പലപ്പോഴും പറയും ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ, നിസ്സാര കാര്യമല്ലേ, ഇതൊക്കെ എന്താ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായിട്ടും നമ്മുടെ നിസ്സാര കാര്യങ്ങൾ ആ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യം, മാതാപിതാക്കളും അധ്യാപകരും തമ്മിലുള്ള ആശയവിനിമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആശയവിനിമയം കറക്റ്റ് അല്ലാത്തടത്താണ് പല പാളിച്ചകളും സംഭവിക്കുക. കുട്ടികൾ കൂടുതൽ സമയവും അധ്യാപകരോടൊത്ത് ചെലവഴിക്കുകയാണ്, സ്കൂളിൽ ചെലവഴിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാവിധമായ കുട്ടികളോടുള്ള, കൂട്ടുകാരോടുള്ള ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകാരോടുള്ള ഇടപെടൽ, ടീച്ചേഴ്സിനോടുള്ള ഇടപെടൽ എല്ലാം അധ്യാപകർ കാണുകയാണ്. അപ്പോൾ മാതാപിതാക്കൾ വിചാരിക്കുന്നത് എന്താ, എൻ്റെ കുട്ടി എല്ലാ കാര്യങ്ങളിലും വളരെ പെർഫെക്റ്റ് ആണെന്നാണ്. അങ്ങനെയല്ല. ചിലപ്പം പെർഫെക്റ്റ് ആയിരിക്കാം, ചിലപ്പം പെർഫെക്റ്റ് അല്ലാത്ത കേസുകളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എഫക്റ്റീവായ ഒരു കമ്മ്യൂണിക്കേഷൻ അധ്യാപകരും മാതാപിതാക്കളും തമ്മിൽ വേണം. അധ്യാപകർ ഒരു കുട്ടിയുടെ കുറവ് പറയുന്നത്, മാതാപിതാക്കളോട് പറയുന്നത്, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അധ്യാപകർക്ക് ഈ കുട്ടികളെല്ലാം ഞങ്ങളുടെ മക്കളെക്കാൾ പ്രിയമുള്ളവരാണ്.
പലപ്പോഴും ഞങ്ങളുടെ മക്കൾ ഞങ്ങളോട് പറയാറുണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങളോടും കൂടെ എന്തുകൊണ്ട് പറയുന്നില്ല, ഞങ്ങളെ എന്തുകൊണ്ട് അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഞങ്ങളോട് ഞങ്ങളുടെ മക്കൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ ഇടപെടുന്നത്, ടീച്ചേഴ്സ് ഇടപെടുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടാണ്. അവരെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവരുടെ കുറവുകൾ തിരുത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്. അപ്പം മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ ശത്രുക്കളല്ല. അതുകൊണ്ട് അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ തിരുത്തലിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 17 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയാലും, അവൻ ഈ ലോകത്ത് എവിടെ പോയാലും, അവൻ തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിച്ചു വിട്ട മൂല്യബോധങ്ങളിൽ ഉറച്ചു തന്നെ മുൻപോട്ട് ജീവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.